ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നതാ ഒരു കൂൾ ഡ്രിങ്ക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മൾ റോഡരികിൽ നിന്നൊക്കെ കഴിക്കുന്ന നമ്മുടെ കരിമ്പ് ജ്യൂസ് ഇല്ലേ, കരിമ്പ് ജ്യൂസ് കരിമ്പില്ലാതെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ശർക്കര അച്ചെടുത്തിട്ടുണ്ട്, ഒരു ചെറുനാരങ്ങയും ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും, പിന്നെ പുതിനയിലയും. ഇത്രയും മാത്രം മതി നമ്മുടെ കരിമ്പ് ജ്യൂസിൻ്റെ വെല്ലും ഈ ജ്യൂസ് ഒന്ന് കുടിക്കാൻ. ആദ്യം തന്നെ ഞാനൊരു ശർക്കര വെച്ചെടുത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ അമ്മിക്കുട്ടി ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് ചെറുതാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പോളം തണുത്ത വെള്ളം കൂടി എടുത്ത് വെക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കാൻ വേണം. ഞാൻ പുതിനയില എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്, ആ ഇഞ്ചി പീസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് നമ്മുടെ നാരങ്ങ പകുതിയായിട്ട് കട്ട് ചെയ്ത് ഇതിൻ്റെ കുരു കളഞ്ഞ് ഇതിൻ്റെ ജ്യൂസില്ലേ, ലെമണിൻ്റെ നീര് മുഴുവനായിട്ട് തന്നെ ഒരു ചെറുനാരങ്ങയുടെ മുഴുവനായിട്ട് തന്നെ പിഴിഞ്ഞ് കൊടുക്കാം. ഏകദേശം 2 ഗ്ലാസിൻ്റെ അളവിലുള്ളതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇതുപോലെ എല്ലാം വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇത്രയും 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത്രയും റെഡിയാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ 1.5 കപ്പ് മെഷറിംഗ് കപ്പാണ് ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. ഇത് കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ നല്ല തണുത്ത ഐസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടർ ഉപയോഗിച്ചതിന് ശേഷം ഐസ് ക്യൂബ് ഇട്ട് തണുപ്പിക്കുകയും ചെയ്യാം. ഇപ്പോൾ ആ മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വെള്ളം, അതായത് 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പിൽ ഏകദേശം 1.5 കപ്പോളം ഏകദേശം വെള്ളം ഒഴിച്ചു കൊടുത്തു. നന്നായിട്ട് തന്നെ അരച്ച് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തു. അതിനുശേഷം ഒരു തരിപ്പയിൽ അരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കരിമ്പ് ജ്യൂസിനെ വെല്ലുന്ന നമ്മളെ ശർക്കര ജ്യൂസ് റെഡി. കരിമ്പൊക്കെ ഉണ്ടാക്കുന്നതും പഞ്ചസാരയൊക്കെ ഉണ്ടാക്കുന്നത് കരിമ്പിൽ നിന്നല്ലേ, അതുകൊണ്ട് തന്നെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്, മനസ്സും ശരീരവും ഒരുപോലെ തണുക്കാൻ. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരും. അതുവരെയും സൈനിങ് ഔട്ട്, അസ്നാ സക്കീർ.